അപ്പ എവിടെയാ? ഒന്നിങ്ങോട്ട് വന്നേപ്പാ. ഹലോ അപ്പ, അപ്പൊ നിങ്ങള് വേഗം വന്നേ. ഇവിടെ അമ്മയും അമ്മമ്മ വീണ്ടും തല്ലൂട്ടാ. ഏയ്, ഇത് അമ്മയുടെ ഭാഗത്താ തെറ്റ്. ആ ആക്രിക്കാരനെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അത് ശരിയാ, അത് നമ്മുടെ അമ്മ ചെയ്തത് തെറ്റന്നെ. கோப்பை பாட்டை பிளாஸ்டிக் இரும்பு இருக்குதோ? இரும்புக்கு வாங்குறதுண்டு. அம்மா பழைய சாமான் எடுக்கிறதா? ചേച്ചിയെ കുപ്പി പാട്ട எதனா இருக்குதா? குழந்தைக்கு பசிக்குது சேச்சி. சோறு எதனா இருக்குதா? எதனா சாப்பாடு கொடுங்க அக்கா. சேச்சியே யார் இல்லையங்க? ஓ யாருமே கேட்கல. எதனா இருக்குதுங்க? ஓ ஒரு மட்டம் ஒண்ணுமே இருக்குது. പഴയ ഇരുമ്പൊക്കെ നല്ല വിലക്ക് എടുക്കണ്ടേ. മഴയ്ക്കുള്ള റേറ്റ് കിട്ടും. പഴയ സാധനങ്ങളെല്ലാം എടുക്കണ്ടേ. കൊടുക്കണ്ട? கோப்பை பாட்டை இரும்பு இருக்குதோ? சேச்சி பழைய சாமான்கள் இருக்குதோ? அண்ணா அந்த ரூட்டு போலாமா? தா நிறைய அங்க இருக்குது பாரு. பாத்தியா? இந்தா சாப்பிடு சாப்பிடு. ഏയ് പോയി പോയി പോയി. ഇവിടെ ഇവിടെ പഴയ എല്ലാ സാധനങ്ങളും എടുക്കോ? ചേച്ചി എന്നെ ഇരുന്നാലും ഞങ്ങൾ വാങ്ങരുതാ. ഒരു പഴയ സാധനം ഉണ്ട്, 75 വർഷത്തെ പഴക്കണ്ട്. എടുക്കോ നിങ്ങള്? அப்படியா? ஆமா ஆமா ஆமா. 10-70 வருஷம் உள்ள சாமான் இந்த வீட்டுல நிறைய இருக்கு. போய் பார்க்கலாம் வாங்கண்ணா. அண்ணா நீங்க வந்தா தான் அந்த சாமானத்துக்கு எல்லாம் விலை பேசுறதுக்கு முடியும். வா அண்ணா போய் பார்க்கலாமா? அம்மா போகலாம் போகலாம். வா 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 போலாம். அப்படி ஒரு வீல ஆமா சீக்கிரம் வா போய் பார்க்கலாம். இங்க வச்சுக்கோ இங்க வச்சுக்கோ. ஏய் வாங்க வாங்க போகலாம். எல்லாரும் சேர்ந்து வாங்க. அம்மா எங்க இருக்குது ஜாமானம்? നല്ല വെയിറ്റ് ഉണ്ട്, കെട്ടി വലിച്ചു കൊണ്ടോണ്ടി വരും. எடி அம்மாச்சி, அந்த வண்டியில கயிறு இருக்கு, அதை எடுத்து சீக்கிரம் வாங்க. என்ன பெரிய சாமானா இருக்கும் போல இருக்கு. எதுவுமே உங்களுக்கு அடைச்சிருக்கு, பார்த்து வாங்கிடுவோம். கடவுளே காப்பாத்தனே. എന്നാ അണ്ണാ കയറ്. സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് പോക്കോളെ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. வா தம்பி. என்னங்க ஈ சாமான் இருக்கட்டுமா? கொஞ்சம் போரு. அண்ணா நான் இது எடுக்கட்டுமா? நல்லா இருக்குண்ணா. நான் சொல்றது தெரியாதா? கொஞ்சம் வெயிட் பண்ணுங்க. வெயிட் பண்ணுங்க. அம்மா ചേച്ചി சொன்னாங்க பெரிய சாமான் இருக்குன்னு. നീക്ക് ആരാ? ഇത് എന്റെ വീടാ. എന്ത് കൊടുക്കണം ഞാൻ പറയും. പോ പോ പോ. പൊണ്ണുങ്ങളെല്ലാം സുമ്മാ വേസ്റ്റ്. നിങ്ങൾ കണ്ടില്ലേ സാധനം? ഈ ഇരിക്കുന്ന സാധനം 75 വർഷത്തെ പഴക്കമുള്ളതാ. വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, സ്ഥലം കാലിയാക്കി തന്നാ മതി. அது உங்களோட மாமியாரா? ആ ஏமா இந்த மாதிரி சொல்ற? சேச்சி என்ன சேச்சி இந்த மாதிரி எல்லாம் நீ சொல்ற? எங்களுக்கும் இருக்குது இந்த மாதிரி மாமியாரு. நாங்களெல்லாம் இது மாதிரி சொல்ல. എന്നാ പിന്നെ നീയാ കൊണ്ടക്കടി. அம்மா இந்த வீட்டில விஷயம் நாங்களுக்கு தெரியாதம்மா. நாங்க ஏதாவது தப்பு பண்ணிருந்தா மன்னிச்சிடம்மா. அம்மா குப்பி பாட்டை பொறுக்கிறதெல்லாம் நாங்க வேலை. ஆனா எங்களுக்கு பெரிய மனசு இருக்குதும்மா. ഞങ്ങളുടെ തുണിയിലെല്ലാം അഴുക്കായിരുന്നാലമ്മ, ഞങ്ങളുടെ മനസ്സെല്ലാം நல்லா இருக்காம்மா. உங்களை மாதிரி அம்மா எனக்கு இருந்தாங்கம்மா, ஆனா இப்ப இல்ல. ஆனா உங்களை போய் அந்த சேச்சி இப்படி பேசுறாங்களம்மா. இதுக்கெல்லாம் காரணம் நீ தான். உன் மனசு முழுவதும் பகை இருக்கு. உனக்கும் அப்பா அம்மா இருக்குது, அவரு தான் கடவுள். ஞாபகம் வச்சுக்கோ. அம்மா போயிட்டு வர்றம்மா. அம்மா வாங்க, மன்னிச்சிடுங்க. பசங்களா எல்லாரும் சேர்ந்து வா. അപ്പൊ നമ്മുടെ അമ്മാവ ചെയ്തോ? പിന്നെ കറുത്തോൻ നിനക്ക് വിളിച്ചില്ല അമ്മാമ്മ? പ്രിൻസിയാടെ ഇവിടുന്ന് കരഞ്ഞിട്ടാവോ? എന്തുണ്ടായി മക്കളെ? ഞങ്ങളിവിടെ നിൽക്കില്ലാട്ടോ. ആ നിങ്ങൾ എവിടേക്ക് പോണു? ഞങ്ങൾ എവിടേക്കെങ്കിലും പോ. എന്തൊരു കഷ്ടമാണ് കർത്താവേ, ഒരു സമാധാനമില്ല വീട്ടില്. ഈ പണ്ടാറടങ്ങിയ തളനെ കൊണ്ട് ഒരു സൗകര്യമില്ലല്ലോ കർത്താവേ. എത്രയോ പേര് ഇടിവെട്ടി മരിക്കുന്നു. എന്താണ് മൂദേവി? നിന്റെ ചെങ്ങന്മാരാണ് ഞാനിരിക്കുന്നത്. പട്ടി പട്ടി നിങ്ങളുടെ അമ്മ, ചത്തുപോയി നിങ്ങളുടെ തള്ള.
ആദ്യമൊന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങൾ അമ്മയും മോള് കാട്ടിക്കൂട്ടിയതേ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തുട്ട് കാട്ടിക്കൂട്ടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് കാട്ടിക്കൂടിയത്? ഞങ്ങൾ ഇതിനെ പേടിച്ചോ? പിഴച്ച പിന്നെയുണ്ട് അതിന്റെ ഒരു അന്തസ്സുണ്ട്. ഇത് അങ്ങനെയാണോ? അമ്മയും മോള് ഒരുമിച്ച് ഇതൊക്കെ ഞാൻ കേട്ടു വെച്ചിട്ടുള്ളതാ. ആ റാഫേലച്ചൻ പണ്ടുപിടിച്ച് പോകാനുള്ള കാരണമൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ആരും വലിയ പുണ്യാളത്തിനോ. അതെ, പുണ്യാളത്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കപ്പിയാരുമായിട്ട് വന്നിട്ട് ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്നുണ്ടോ? അവൻ്റെ കൂടെ കിടന്നില്ലെന്ന് നിന്നെ എങ്ങനെ അറിയാം? അനാവശ്യം പറയുന്നോ തള്ളേ? നിന്റെ മക്കളാണ് ഈ കിടന്നത്. കർത്താവേ എന്തുട്ട് കേക്കണേ? ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? വാ എന്നിട്ട് വാങ്ങിട്ട് മക്കളെ കുറച്ചു കണ്ടിട്ട് കയറി നിൽക്ക്. നിന്റെ നാവ് ഞാൻ പിഴെടുക്കും. പിഴുതെടുക്കണെങ്കിൽ വാടി. പോർക്കിന്റെ പുറം പൊളിക്കണ പോലെ നിന്റെ പുറം പൊളിക്കൂടി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ 101 മെഴുകുതിരി ഞാൻ കത്തിക്കാം. ഈ ഇലക്കല് ഈ പിശാചിന്റെ പുറം ആക്കി തരും എനിക്ക്. പൊന്നും കുരിശ് മുത്തപ്പന് ഇപ്പൊ അതല്ലേ പണി. അത് തന്നെ മോനെ, അങ്ങനെ പറഞ്ഞു കൊടുക്കേ. അങ്ങനെയാണ് മോനെ. നമ്മുടെ ഈ അമ്മിക്കല്ല് അവിടെ പുറവാക്കാനാ മുത്തപ്പൻ ഏറ്റവും എളുപ്പം. മോനെ മോനെ ലേശം മുളകും എടുത്തോണ്ട് വരൂ, അമ്മേന് പണി കാണിച്ചു തരാം. മുളകാ ഞാൻ എടുക്കണമേ. പോയി എടുത്തോണ്ട് വാടാ. നിങ്ങളെ ഞാൻ ശരിയാക്കി തരാന്ന്. ഇതാ അമ്മേ. ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വേണ്ട, ഇങ്ങോട്ട് വാ. നീ വാടാ ഇങ്ങോട്ട്. വരണമേ. നീ വാടാ. അതൊന്ന് കാണിച്ചു വേടാ. ആ മുളക് നീ കാണട്ടെ, ഇങ്ങ് തന്നെ. നീ കാണ. പറയടാ, ഇതാരുടെ കുറവാന്ന് പറയടാ. ഇതാരുടെ കുറവാന്ന്? എടാ, ഈ അമ്മയ്ക്കല്ല ആരുടെ കുറവാന്ന് പറയടാ. എന്റെ ഭാര്യ അന്നയുടെ പുറം. നിനക്ക് പ്രാന്ത് പിടിച്ചോ? അതെ തള്ളേ, എനിക്ക് പ്രാന്താ. നിങ്ങൾക്ക് വേണോ? നിനക്ക് പ്രാന്താണോടി? അവിടെയാണ് അച്ചോ. അതെ, കുഞ്ഞാടുകളെ ശാന്തരാകുവൻ, ശാന്തരാകുവൻ. എന്താ മോനെ പറ്റിയേ? അച്ചോ അച്ചോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ഈ ഒരു വിവാഹ ജീവിതത്തിൽ നിന്ന് ഇനിയൊരു പിന്മാറ്റം സാധ്യമാണോ അച്ഛാ? ഈ ഒരു വിവാഹം കഴിച്ചതല്ലേ കപ്പ്യാരെ? ഒരെണ്ണം കഴിച്ചാൽ തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പൂ വിരിച്ച പാത കഴിഞ്ഞു മോനെ നിന്റെ. ഇനി മുള്ളു വിരിച്ച പാതയാണ്, അതിലെ നടന്നോളൂ. പീറ്ററെ, കാലൊടിഞ്ഞിട്ടുണ്ടോ? ഓരോണച്ചോ പൊളിഞ്ഞത്. ആ, അമ്മായിമ്മയും കൊള്ളാം, മരുമകളും കൊള്ളാം. പൊറുക്കണച്ചോ, ഇതും കൂടിയിട്ട് എന്റെ പാപപുസ്തകങ്ങൾ എഴുതി ചേർത്തോളൂ. എനിക്ക് ഈ തള്ളേനെന്ന്